ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങും പിന്നെ ഒരു കുഞ്ഞ് ഔട്ടിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ചോട്ടുവനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് വേണ്ട വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചോട്ടു പയ്യെ അങ്ങോട്ട് ഉറക്കത്തിൻ്റെ മൂഡിലേക്ക് എത്തിയായിരുന്നു. അപ്പം ഞങ്ങളിന്ന് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ നടത്താമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങുവാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പയ്യെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ചോട്ടു ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം പിന്നെ ഇടയ്ക്കൊരു മയക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചോട്ടു അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഇനി നമ്മൾ നേരെ പോകുന്നത് രാമചന്ദ്രനിലേക്കാണ്. അവിടെയാണ് നമുക്ക് പിള്ളേർക്കൊക്കെ പറ്റിയ ചെരുപ്പൊക്കെ കിട്ടുന്നത്. ചെരുപ്പ് അവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നല്ല, അവിടെ ആകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് അവരുടെ കാലൊക്കെ പെട്ടെന്ന് അവർ വളരുന്നതിനനുസരിച്ച് പെട്ടെന്ന് വലുതാവില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെയാണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ചോട്ടു ഉറക്കപ്പിച്ചിലായതുകൊണ്ട് തന്നെ ചോട്ടു അത്രയ്ക്ക് അങ്ങോട്ട് നല്ല മൂഡല്ല, എന്നാലും കുഴപ്പമില്ല, അവളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അപ്പയും മോളും കൂടി ഇവിടെ ചോട്ടുവിനുള്ള ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോട്ടുവിന് കൊടുക്കുന്നതൊന്നും ചോട്ടുവിന് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് ഈ ഉറക്കപ്പിച്ചിൽ നിൽക്കുന്നതുകൊണ്ടാണ് ചോട്ടു ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും ചോട്ടു ചിലതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവരിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് മീട്ടുവിനുള്ള ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചോട്ടുവിൻ്റെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ മീട്ടുവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ചോട്ടുവിന് എടുത്ത് കൊടുക്കുന്ന ചെരുപ്പുകളൊന്നും ചോട്ടു ഇടാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ചോട്ടിൻ്റെ മൂഡ് ശരിയാവുന്നത് വരെ പിന്നെ ഞാൻ എൻ്റെ കയ്യിലിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഏകദേശം മീട്ടുവിൻ്റെ ചെരുപ്പ് കണ്ടുപിടിക്കും. മീട്ടുവിന് ഇവിടെ വന്നിട്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു, എനിക്ക് ഏത് എടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മീട്ടുവിന് ഇഷ്ടപ്പെടുന്നത് അപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ല, അപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്നത് മീട്ടുവിന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടില്ല. അങ്ങനെ കുറേ നേരം മീട്ടുവിന് ഹീലുള്ള ചെരുപ്പാണ് ഇഷ്ടം. അപ്പ ഹീല് ഇല്ലാത്ത ചെരുപ്പ് എടുക്കാനാണ് അപ്പ പറയുന്നത്. ഹീലൊക്കെ ഉള്ള ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് 2 ദിവസം ഇടും. 2 ദിവസം കഴിയുമ്പോൾ പറയും, അയ്യോ അപ്പം എനിക്കിത് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, കാല് വേദനിക്കുന്ന, എനിക്ക് ചെരുപ്പില്ല. ഇത് തന്നെയായിരിക്കും പിന്നെ മീട്ടുവിൻ്റെ പരാതി. അങ്ങനെ അപ്പനും മോളും കൂടി ഏകദേശം ഒരു ചെരുപ്പിലേക്ക് അവർ എത്തി നിൽപ്പുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ അവർ രണ്ടുപേരും കൂടി എടുത്തതല്ലേ, അവരുടെ ഇഷ്ടത്തിന് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെരുപ്പെല്ലാം മേടിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഈ ചേട്ടൻ നല്ല ആരി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അതിനെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ലൈനിങ് ഒക്കെ മേടിക്കണം, ഒരു ബ്ലൗസ് ബിറ്റൊക്കെ എടുക്കണമായിരുന്നു. ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പോൾ കുറച്ച് ലൈനിങ് ഒക്കെ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ് ഒക്കെ മേടിച്ചു. ഇനി അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നമ്മുടെ രാമേന്ദ്രയിൽ തന്നെ ഉള്ള ഒരു ഫാൻസി ഷോപ്പുണ്ട്, അപ്പോൾ അതിലേക്കും കൂടി നമ്മൾ പോയി. മീട്ടുവിന് എത്ര ചീപ്പ് മേടിച്ചു കൊടുത്താലും അതൊരു 10 ദിവസത്തിനകത്ത് അവൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയും. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ചീപ്പ്, പിന്നെ തലയിലിടാനായിട്ട് കുറച്ച് ഹെയർ ബാൻഡ്, ബണ്ണ്, അങ്ങനെ അതൊക്കെ മേടിക്കാനാണ് നമ്മൾ ഫാൻസി ഷോപ്പിൽ പോയത്. അവിടെയൊക്കെ ചെന്ന ശേഷം പിന്നെ ബില്ലിങ്ങൊക്കെ ചെയ്യാനായിട്ട് നിന്നപ്പോഴാണ് ചോട്ടുവിന് എവിടെ സ്ഥലം ഇത്തിരി ഗ്യാപ്പ് കണ്ടോ അവിടെ കയറി ചോട്ടു അങ്ങ് ഇരിപ്പുറപ്പിക്കും. അങ്ങനെ പിന്നെ അവൾ അവിടെ കൂടിയൊക്കെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് പോവാണ്. എപ്പോഴൊക്കെ നമ്മളിവിടെ വന്നാലും നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാറേയില്ല. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വരാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളടുത്ത് സർക്കസ് കാണാനാണ് വന്നേക്കുന്നത്. നമ്മൾ ബോംബെ സർക്കസ് ട്രിവാൻഡ്രത്ത് ഓണം അനുബന്ധിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ വന്നില്ലായിരുന്നു, അപ്പോൾ കാണാനായിട്ട് വന്നേക്കുക. നമ്മളെത്തിയ അതേ ടൈമിൽ തന്നെ അച്ചാച്ചനും നന്നുമോളും എത്തിയായിരുന്നു. നമ്മൾ രാമേന്ദ്രയിലൊക്കെ പോയിട്ടാണ് വന്നത്. അവർ വീട്ടിൽ നിന്ന് നേരെ ബുള്ളറ്റിലിങ്ങ് പോകുന്നായിരുന്നു. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. അച്ചാച്ചനും അച്ചാനൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയ ടൈമിൽ ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. മീറ്റോന് ചോട്ടോനും നന്നുവിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ അകത്തേക്ക് കയറുവാണ്.
കയറി വന്ന വഴിക്ക് തന്നെ ചോട്ടു ആദ്യമേ മണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഇതാ ശാന്തമായിട്ട് നിൽപ്പുണ്ട്. എങ്ങനെയാണ് ഇത് മുഴുവനായിട്ട് കാണാൻ പറ്റുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അവളവിടെയൊക്കെ അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നിന്നു. പിന്നെ സർക്കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം കണ്ടിരിക്കാം എന്നൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 250 ടിക്കറ്റാണ് എടുത്തത്. അതുകൊണ്ട് ഒത്തിരി ബാക്കിലായി പോകുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാനൊക്കെ പറ്റിയായിരുന്നു. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം കറക്റ്റ്, അവർ നല്ല ടൈമിങ്ങോട് കൂടി എല്ലാം, നമുക്കൊരു ബോറടി ഫീൽ ചെയ്യില്ല. എല്ലാം ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ കറക്റ്റായിട്ട് നല്ല ടൈമിങ്ങും സെറ്റിങ്ങൊക്കെ ആയിരുന്നു. അടിപൊളിയായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുക. ഞാൻ പണ്ടെങ്ങാണ്ടോ മീറ്റുവിൻ്റെയൊക്കെ ഈ പ്രായത്തിലായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് സർക്കസ് കാണുന്നത്. അത് ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ് സർക്കസ് അന്ന് കണ്ടത്. ഇന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പപ്പയും അമ്മയും നീനുവും അതുപോലെ വല്യപ്പനും വല്യമ്മയും അവരുടെ ഫാമിലി, അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആയിട്ടാണ് നമ്മളൊരിക്കൽ കോയമ്പത്തൂർ പോയിട്ട് സർക്കസ് കണ്ടത്. ശരിയാണ്, അതും മീറ്റുവിൻ്റെയൊക്കെ ഈ ഒരു പ്രായത്തിൽ, അന്ന് ഞാൻ ഈ ഒരു പ്രായമായിരുന്ന സമയത്താണ് നമ്മൾ പോയി കണ്ടത്. അന്ന് പക്ഷേ ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു. ആനയും സിംഹവും പുലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിലൊരു പ്രശ്നം ഉണ്ടായതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം, ലേസ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ കൊണ്ടുവന്ന് ആദ്യം കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചത്, മീട്ടും നന്നും ഒക്കെ പറഞ്ഞു ഇത് ഫ്രീ ആണ്, നമുക്ക് മേടിക്കാം. അങ്ങനെ ഇവർ 3 പേരും ഓരോന്ന് വീതം മേടിച്ചു. എല്ലാവരുടെ കയ്യിലും കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അവർ ഒരു റൗണ്ട് കറങ്ങിയിട്ട് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കും. അങ്ങനെയായിരുന്നു സെറ്റപ്പ്. ചോട്ടു അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ 2 പാക്കറ്റ് ലേസ് അകത്താക്കിയതുകൊണ്ട് ലേസ് ജ്യൂസൊക്കെ വന്നപ്പോഴത്തേക്കും അത് ചോട്ടു കാണാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ജ്യൂസ് കണ്ടപ്പോഴത്തേക്കും ചോട്ടു പിന്നെ അപ്പയുടെയും വല്യപ്പയുടെയും പുറകെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു ജ്യൂസ് എന്ന്. പക്ഷേ അവർ 2 പേരും കേട്ട ഭാവമേ നടിച്ചില്ല. അങ്ങനെ നമ്മുടെ സർക്കസൊക്കെ കഴിഞ്ഞു. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് സർക്കസിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ ഏകദേശം ഫ്രണ്ട് പോർഷൻ എല്ലാം അഴിച്ചു കഴിഞ്ഞായിരുന്നു. മീട്ടുവാണെങ്കിൽ വല്യപ്പയുടെ കൂടെ പൊക്കോളാമെന്നും പറഞ്ഞ് അങ്ങ് കയറി. പിന്നെ ചോട്ടുവിനായിരുന്നു സങ്കടം. അങ്ങനെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങും ഒരു ചെറിയൊരു സർക്കസും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.